പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമുക്കൊരു ബദായി കാർഡ് നിർമ്മിച്ചാലോ? അതെ, ആശംസാ കാർഡ്. നിങ്ങൾ റെഡിയാണോ? എങ്കിൽ ഒരു ചാർട്ട് പേപ്പറിൻ്റെ കുറച്ച് ഭാഗമോ ക്രാഫ്റ്റ് പേപ്പറോ എടുക്കാമോ? വലിയ പേപ്പർ വേണ്ട, A4 സൈസിൻ്റെ പകുതിയായാലും മതി. ദേ, ആ പേപ്പർ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് കൂടുതൽ ഭംഗിയാക്കാം. എടുത്തുവോ? നോക്കൂ, ഇതേപോലത്തെ ഒരു കാർഡ്. ഇനി ആശംസാ കാർഡിൽ നമുക്ക് ആദ്യം വേണ്ടത് എന്താ? സംബോധൻ. ശരി, ഞാനിവിടെ അത് എഴുതാം. പ്രിയമിത്ത് സോനു. കണ്ടുവോ? സോനുവിനാണ് ആശംസാ കാർഡ് അയക്കുന്നത്. അടുത്ത ഇനി എന്താ? അതെ, സന്ദേശം അയക്കണം. ഒരു ആശംസാ സന്ദേശം സോനുവിൻ്റെ ജന്മദിനത്തിന്. ജന്മദിൻ കി ബദായി ഹോ. നോക്കൂ, അതിൽ ആശംസ സന്ദേശവും ആയി. ദേ ഇങ്ങനെ. ഇനി എന്താ? ഇനി ആരാണ് അയക്കുന്നത്? അല്ലേ, സോനുവിന് ആരയക്കുന്നത്? അതാണ് സ്വനിർദ്ദേശിൽ. തുമ്ഹാരാ ദോസ്ത് രമേശ്. കണ്ടോ, രമേശാണ് സോനുവിന് ആശംസാ കാർഡ് അയക്കുന്നത്. ഇനി എന്താ വേണ്ടത്? ഒരു ആശംസാ കാർഡല്ലേ, ഒരു ചിത്രമൊക്കെ ആയാലോ? നോക്കൂ, ദേ ഒരു പൂവിൻ്റെ ചിത്രം. പിന്നെയോ, ജന്മദിനത്തിന് ഒരു കേക്ക് ചിത്രം നന്നായിരിക്കും അല്ലേ? ദേ ഒരു കേക്കുമായി. സൂപ്പറായി. ഇപ്പൊ നോക്കൂ, ഇതൊരു ആശംസാ കാർഡായി മാറി. ഇതിന് നിങ്ങൾക്ക് ഇതിനേക്കാളും ഭംഗിയായി കൂടുതൽ നിറങ്ങളോ ബലൂണോ ചിത്രങ്ങളോ ഒക്കെ ചേർത്ത് എന്ത് ചെയ്യാം? നല്ല മനോഹരമാക്കാം. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ കൂട്ടുകാർക്കായി ഒരു ബദായി കാർഡ് ഉണ്ടാക്കുമല്ലോ? ഉണ്ടാക്കണം കേട്ടോ. ശരി. ആശംസാ കാർഡ് നാം ആർക്കാണോ അയക്കുന്നത് അവരെ അഭിവാദ്യം ചെയ്യുമ്പോൾ നാം എഴുതുന്നതാണ് പ്രിയ മിത്ര, പ്രിയ സഹേലി, പൂജ്യ പിതാജി. അതിനാണ് നമ്മൾ സംബോധന എന്ന് ഹിന്ദിയിൽ പറയുന്നത്. ഇനി നാം പറയാൻ ആഗ്രഹിക്കുന്ന ആശംസകളാണ് സന്ദേശവാക്യങ്ങളായി എഴുതുക എന്ന് കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമല്ലോ. सुबह हो तुम्हारा जन्मदिन, एक अच्छे दिन की शुभकामना दे रहे और कह रहे हैं चिरजी रहो, स्वस्थ रहो, जन्मदिन की बधाई हो. इस तरह के संदेश हम लिख सकते हैं. संबोधन, संदेश वाक्य, आकर्षक, चित्र जोड़ना, अपना नाम लिखना.
കൂട്ടുകാരെ, ആശംസാ കാർഡുകളെ പറ്റിയാണ് നാം ചർച്ച ചെയ്തത്. അതായത് ബധായി കാർഡ്. നിങ്ങൾ ഓരോരുത്തരും ബധായി കാർഡ് തയ്യാറാക്കിയല്ലോ. ഞാൻ പറഞ്ഞ സൂചകങ്ങളെല്ലാം അതിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയില്ലേ? എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ടീച്ചറോട് ചോദിച്ച് മനസ്സിലാക്കുമല്ലോ. कश्यप निवास जूहू मुंबई 4 मई 2014 को, यानी मुंबई के जूहू स्थान से कश्यप निवास घर का नाम है, वहां 2014 को मई 4 तारीख को एक खत भेजा गया है. किसके नाम पर? प्रिय निर्मल, नमस्ते. परसों मेरे प्यारे गुलमोहर के पेड़ का 5वां जन्मदिन है. मैं उसकी वर्षगांठ मना रही हूं. तुम जरूर आना. परसों शाम को 4:30 बजे. तुम्हारी मीना. कश्यप निवास, जूहू, मुंबई. यह है पता. मुंबई के जूहू स्थान से कश्यप निवास वो घर का नाम है. यह है पता. अच्छा बताओ, यहां संबोधन क्या है? बोलिए. हाँ, प्रिय निर्मल. यहां का विषय क्या है? इस पत्र का विषय क्या है? बोलो. हाँ, जन्मदिन है ना. जन्मदिन. अच्छा, किसका जन्मदिन है? बोलिए. हाँ, गुलमोहर के पेड़ का जन्मदिन. ठीक है. अच्छा, सबसे नीचे देखिए. सबसे नीचे स्वनिर्देश में अपना नाम लिखेंगे. ക്ഷണക്കത്ത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമല്ലോ. ക്ഷണക്കത്തിൽ അഡ്രസ്, അഭിവാദ്യം ചെയ്തുകൊണ്ടുള്ള വാക്ക്, വിഷയം, പിന്നെയോ അയക്കുന്ന ആളിൻ്റെ പേരും വേണമെന്ന് നാം ഇവിടെ കണ്ടു. कोमल कोमल पत्तियों वाला एक सुंदर वृक्ष. पत्तियों के बीच लाल लाल के फूल खिले हुए हैं. लाल और केसरिया रंग के. लाल रंग के भी है, केसरिया रंग के भी फूल खिले हुए हैं. ये फूल इन पत्तों के बीच से बाहर की ओर झांक रहे. झांकना मतलब ऐसे देखना. इस खंड में पत्ती, वृक्ष,
फूल, चादर आदि की विशेषता बताने वाले शब्द क्या क्या है? पत्ती, वृक्ष, फूल, चादर। उसके विशेषता शब्द नीचे दिए गए हैं, बताएं। कोमल पत्ती, सुंदर वृक्ष, सुंदर फूल, सफेद चादर। और भी शब्द हैं इसमें, और भी ऐसे विशेषता वाले शब्द हैं इसमें। आप क्या करेंगे? आप उसे ढूंढेंगे और उसको अपने कलम से अपने पुस्तिका में जरूर लिखिएगा। अब देखो, बड़ा घर, नीला आकाश, काली बिल्ली, पीले फूल, इनमें से सही प्रस्ताव कौन सा है? बगीचे में गुलमोहर का एक पौधा लगाया, बगीचे में गुलमोहर के 2 पौधे लगाए, बगीचे में गुलमोहर के 3 पौधे लगाए। एक बार और कहूं, बगीचे में गुलमोहर का एक पौधा लगाया, बगीचे में गुलमोहर के 2 पौधे लगाए, बगीचे में गुलमोहर के 3 पौधे लगाए। बता सकते हो क्या? एक पौधा लगाया, या 2 लगाए, या 3? बोलिए, उत्तर क्या होगा? बगीचे में गुलमोहर के 2 पौधे लगाए थे। पेड़ों को काटने से पर्यावरण में बदलाव आता है। पर्यावरण में बदलाव आने का मतलब हमारे मौसम बदल जाते हैं, वर्षा नहीं होती, गर्मी बढ़ती रहती है, पानी नहीं मिलता, हरियाली की कमी होती है। अगर पेड़ नहीं हो तो ये धरती सूनी हो जाती है, धरती में जो जल है उसका स्तर नीचे हो जाता है। पेड़ ना हो तो बाढ़ भी आ जाती है। और क्या कहा मैंने? पेड़ होने के कारण ही हमें शुद्ध वायु मिलता है। इसलिए पेड़ को बचाना പ്രകൃതി को बचाना है. പ്രിയ കൂട്ടുകാരെ, മരങ്ങളെ സംരക്ഷിക്കുന്ന കാര്യമാണ് നാം ഇവിടെ ചർച്ച ചെയ്തതെന്ന് മനസ്സിലായല്ലോ. മരങ്ങൾ നശിച്ചാൽ അത് കാലാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കും. ഭൂമിയിലെ ഹരിതം നഷ്ടപ്പെടുകയും ചെയ്യും. അന്തരീക്ഷത്തിലെ ചൂട് കൂടുകയും ഭൂമിയിലെ ജലത്തിൻ്റെ അളവ് താഴ്ന്നു പോവുകയും ചെയ്യും. മരങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യമാണ് നമുക്ക് വേണ്ടത്. കൂട്ടുകാർക്ക് മരങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ പ്രാധാന്യം മനസ്സിലായി കാണുമല്ലോ. ശരി, എങ്കിൽ നമുക്ക് തുടരാം.
നോക്കൂ കൂട്ടുകാരെ, പേടോ കെ മഹത്വം എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നാം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? തന്നിരിക്കുന്ന വിഷയവും അതിൻ്റെ പ്രത്യേകതയും പറഞ്ഞിട്ടുണ്ടാകണം. ആശയങ്ങൾ ക്രമമായി രേഖപ്പെടുത്തണം. ഉചിതമായ ശീർഷകം നൽകണം. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ലേഖ അല്ലെങ്കിൽ നമ്മുടെ കുറിപ്പ് മികച്ചതാകും. പ്രിയപ്പെട്ട കുട്ടികളെ, കാര്യപരിപാടികളുടെ പോസ്റ്ററുകളുമുണ്ട്, സന്ദേശം തരുന്ന പോസ്റ്ററുകളുമുണ്ട്. എങ്കിൽ നമുക്ക് ഒരു കാര്യപരിപാടിയുടെ പോസ്റ്റർ നിർമ്മിക്കാം. ആദ്യം നമ്മൾ ഒരു പോസ്റ്ററിനായിട്ടൊരു പേപ്പർ എടുക്കുന്നു. എടുത്തുവല്ലോ. നോക്കൂ, അതിൽ ഗുൽമോഹർ കെ പേട് കി 5वीं വർഷഗാണ്ട്. നോക്കൂ, ആ അക്ഷരങ്ങളുടെ വലിപ്പ വ്യത്യാസം നോക്കൂ, അതിലെ നിറവ്യത്യാസം നോക്കൂ, ഭംഗിയായിട്ടുണ്ടല്ലേ? ഇതുപോലെ അക്ഷരത്തിൽ വ്യത്യസ്തത പുലർത്തണം, നന്നായിരിക്കും കാണാൻ. ഇനി എന്താ വിഷയമായിട്ട് എഴുതുക? വിഷയമാണ് വർഷഗാണ്ട്, ജന്മദിനം ഗുൽമോഹറിൻ്റെ. എങ്കിൽ പിന്നെ ഗുൽമോഹറിൻ്റെ ഒരു ചിത്രം കൂടി ആയാലോ? നോക്കൂ, ഇപ്പോൾ ആ ചിത്രം കൂടി അവിടെ നമ്മൾ വെച്ചു. ഇനി എന്താ? ഇനി ചടങ്ങിൻ്റെ സമയവും തീയതിയും സ്ഥലവും ചേർക്കണ്ടേ? തീയതിയായി, നോക്കൂ, സമയമായി, സ്ഥലവുമായി. ഇനി എല്ലാവരെയും സ്വാഗതം ചെയ്യാനായിട്ട് അതിൻ്റെ ഏറ്റവും താഴെ നമ്മൾ എന്തെഴുതും? സബ്കാ സ്വാഗത് ഹേ. ഇതൊരു കാര്യപരിപാടിയുടെ പോസ്റ്ററാണ്. സന്ദേശങ്ങളുടെ പോസ്റ്ററുകൾ, അതിലിപ്പോൾ സമയവും സ്ഥലവും വേണമെന്ന് നിർബന്ധമില്ല. നോക്കൂ, ഇതൊക്കെയാണ് ആ സന്ദേശങ്ങൾ വരുന്ന പോസ്റ്ററുകൾ. ദിനാചരണങ്ങളുടെ പോസ്റ്ററുകളും നല്ല നല്ല സന്ദേശങ്ങൾ തരുന്ന പോസ്റ്ററുകൾ.
പൂന്തോട്ടത്തിന് മുന്നിലുള്ള പോസ്റ്ററിനെ പറ്റിയാണ് നാം ചർച്ച ചെയ്തത്. പോസ്റ്ററിൽ സമയവും തീയതിയും സ്ഥലവും വേണമെന്ന് നമുക്കറിയാം. അതുമാത്രം മതിയോ? പോരാ. അക്ഷരങ്ങളിൽ വലിപ്പ ചെറുപ്പം വരുത്തി ഭംഗിയായി എഴുതണം. നിറങ്ങൾ നൽകി ചിത്രങ്ങൾ വരച്ചും അവ മികച്ചതാക്കണം. കാര്യപരിപാടികളുടെ പോസ്റ്ററുകളും സന്ദേശം തരുന്ന പോസ്റ്ററുകളുമുണ്ട്. ഇവിടെ കാര്യപരിപാടിയുടെ പോസ്റ്ററാണ് തയ്യാറാക്കേണ്ടത്. पोस्टर का आकलन बिंदुओं को देखें। विषय, स्थान, तारीख, समय, आकर्षक। आकर्षक बनाने के लिए वर्णों के आकार की विविधता, विभिन्न रंगों का प्रयोग और चित्रों का इस्तेमाल, उसी से वो आकर्षक बनता है।